രാധാകൃഷ്ണേട്ടാ, നിങ്ങൾ എവിടെയാ ഓടുന്നത്? എനക്ക് ആ കുമാരനെ ഒന്ന് കാണണം, അവന് പോവാ. സംഭവം എന്താ പറ. നേരം ഇരുട്ടിക്കഴിഞ്ഞാലും അവനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന്. ആ തന്നെ. എടോ, കുമാരൻ നല്ല ഉറക്കക്കാരനാ. പകൽ ഉറക്കും, രാത്രിയിൽ പണിക്ക് പോക്കുവന്ന്. രാത്രിയിലാന്ന് ഓന് ശരിക്കും കണ്ണു കാണുമെന്ന് ആൾക്കാർ പറയുന്നത്. അത് ശരിയാന്നപ്പാ, അനക്ക് തോന്നിയിട്ടുണ്ട്. ആ ഓന്റെ ഓരോരോ ഒലക്ക. എന്റെ അടുത്ത് അവന്റെ കളി. ഓനെ ഞാനിത് കൊല്ലും. ആ ഇന്ന സംഭവം പിന്നെ ഇന്നലെ രാത്രി എന്റെ പെങ്ങളെ കുളിക്കുന്ന സമയത്ത് ഓൻ കുളിമുറി കയറിയെന്ന്. എന്റെ വീട്ടിന് പുറത്താന്നോ ഈ കുളിമുറി? അത് പിന്നെ വീട് പണി നടക്കുമല്ലേ, അതുകൊണ്ട് പുറത്ത് ഓല കൊണ്ട് മറിച്ചിട്ടുണ്ടാക്കിയ കുളിമുറിയാന്ന്. ആ അപ്പൊ ഈ കുളിമുറിയിൽ വെളിച്ചൊന്നും ഉണ്ടായില്ലേ? എടോ, എന്റെ പെങ്ങള് കുളിച്ചോണ്ടിരിക്കുവായിരുന്നു, പെട്ടെന്ന് കറണ്ട് പോയി. ആ സമയത്ത് അതിമ കയറിയത്. ആ നിങ്ങളെ പെങ്ങളെ ഓനെന്തെങ്കിലും ചെയ്തോ? ചെയ്തിട്ടൊന്നുമില്ല, സോറി പറഞ്ഞ് ആള് മാറിപ്പോയി എന്ന് പറഞ്ഞു അവനങ്ങ് പോയിന്ന്. എടോ, നിങ്ങള് അയാളെ തല്ലാനും കൊല്ലാൻ നിക്കണ്ട. ഇത് സൈക്കോളജിക്കൽ പ്രശ്നാ. എടോ, അതൊക്കെ ചെറുപ്പത്തിലേ പഠിക്കണം. ഇപ്പൊ എങ്ങനെയാ പഠിക്കും അതൊക്കെ? നീ എന്താ പറയുന്നത്? നീയല്ലേ പറഞ്ഞത് ഓന് സൈക്കിള് പഠിക്കാത്ത പ്രശ്നാന്ന്. എടോ, സൈക്കിളിലെ പ്രശ്നമല്ല, സൈക്കോളജിക്കൽ പ്രശ്നം, മനഃശാസ്ത്രപരമായ പ്രശ്നം. ആ അതോനെ രണ്ട് തല്ല് കിട്ടാത്തതിന്റെ തകരാറാന്ന്, മറ്റൊന്നുമല്ല. ഇരുട്ടത്താന്ന് പ്രസവിച്ചത്. ഓ അതെന്താ അന്നേരം വെളിച്ചൊന്നും ഉണ്ടായിട്ടില്ലേ? രാത്രിയിലാ പ്രസവിക്കുന്നെങ്കിൽ അടുത്തൊരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം ഉണ്ടാവുമല്ലോ. ഇയാള് പ്രസവിക്കുമ്പോ ഇരുട്ടാൻ കാരണം അന്ന് ആ കാറ്റും മഴയെല്ലാം വരുന്ന സമയത്ത് അന്ന് കറണ്ടും വെള്ളം ഇതൊന്നും ഇല്ലാത്ത സമയമാണ്. അന്നേരം അവനെ പ്രസവിച്ചു. അന്നേരം ആ കാറ്റ് മണ്ണെണ്ണ വിളക്ക് കെട്ടുപോയി. ആ അങ്ങനെ പറ. ഓനെ ഇരുട്ടത്ത് തന്നെയാ പ്രസവിച്ചത്. കുമാരന്റെ സൂക്കേട് ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. ആ എടോ, ഇരുട്ട് അവനൊരു വീക്ക്നെസ്സാ. ഈ വീക്ക്നെസ് ഒക്കെ 2 വീക്ക് കിട്ടിയാൽ തീരും. ആ ഓനെന്തിനീ പകൽ കിടന്നുറങ്ങി രാത്രി പണിക്ക് പോകുന്നത്? അതാന്ന് പറഞ്ഞ് നല്ല വീക്ക് കിട്ടിയാൽ ശരിയാവുന്നു. പകല് കിടന്നുറങ്ങും, രാത്രി ഇങ്ങനെ കാറ്റ് പോലെ ഇങ്ങനെ പോകും. അതാണ് സൈക്കോളജിക്കൽ പ്രശ്നം. ഓൻ കാറ്റാണെങ്കില് ഞാനൊരു കൊടുങ്കാറ്റ് പോലെ അവന്റെ വീട്ടിലേക്ക് പോവാം. ഓന് 2 തല്ല് കൊടുക്കണം, എന്നാലേ ശരിയാവും. വെറുതെ വിട്ടാൽ പറ്റൂല. ഈ ഇരുട്ടിലിറങ്ങി നടക്കുന്നവന്റെ സ്വഭാവം ഇതോടെ നിൽക്കണം.